إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇമ്രാൻ 13-ാമത്തെ ആയത്ത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഖദ് ഖാന ലകും ആയത്തുൻ, നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടായിട്ടുണ്ട്. ഫീ ഫിഅതൈനി, ആ രണ്ട് സംഘങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവർ കണ്ടുമുട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ഏറ്റുമുട്ടിയപ്പോൾ, ആ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ നിങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ടായിട്ടുണ്ട് എന്നുള്ള പറയുകയാണ്. ബദർ യുദ്ധമാണ് പശ്ചാത്തലം. ഫിഅത്തുൻ, ഒരു സംഘം, തുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, അതായത് മുസ്ലിമീങ്ങൾ. വഉഖറ, മറ്റൊരു സംഘം, കാഫിറത്തുൻ, അവർ അവിശ്വാസികളാണ്, അബൂജഹലും കൂട്ടരും. യറൗനഹും, അവർ കണ്ടു, മിസ്ലൈഹിം റയൽ ലൈൻ, സ്വന്തം കണ്ണുകൊണ്ട് മുഅ്മിനീങ്ങൾ അവരെക്കാൾ ഇരട്ടിയുള്ളതായി കണ്ടു. മിസ്ലൈഹിം, അഗോലോത്തത് കണ്ടു എന്ന് പറഞ്ഞാൽ അവരെ പോലോത്തത് കണ്ടു, അതായത് ഇരട്ടിയായി കണ്ടു. മുസ്ലിമീങ്ങളെ ഇരട്ടിയായി ദർശിച്ചു അവർ. അതവരിൽ അല്ലാഹു ഉണ്ടാക്കിയ ഒരു ഭയമുണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലാഹ് അങ്ങനെയുള്ള ഒരു മനോഗതി അവർക്ക് നൽകിയത്. അതാണ് ദൃഷ്ടാന്തം എന്നുള്ള പറയുന്നത്. മാത്രമല്ല അല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി, യുഅയ്യിദു, ബലപ്പെടുത്തുന്നു, ബിനസ്രിഹി, അവന്റെ സഹായം കൊണ്ട്, മയ്യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ. ഇവിടെ അവൻ ഉദ്ദേശിച്ചത് ബദരീങ്ങളെയാണ്. ബദർ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിർത്താൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തിൽ ആ അവിശ്വാസികളോട് യുദ്ധം ചെയ്ത ബദരീങ്ങൾ, മുഅ്മിനീങ്ങൾ, അവരെ അല്ലാഹു തആല അപാരമായ അവന്റെ സഹായം കൊണ്ട് ബലപ്പെടുത്തി. മലായിക്കത്തുകളെ ഇറക്കിക്കൊണ്ട് അവരെ ബലപ്പെടുത്തി, അവരെ സന്തോഷിപ്പിച്ചു. അങ്ങനെ യുദ്ധവിജയമുണ്ടായി. അതാണ് പശ്ചാത്തലം. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്, ഇബ്റത്തൻ, ഒരു ഗുണപാഠമുണ്ട്, അല്ലെങ്കിൽ ചിന്താപാഠമുണ്ട്. ആർക്ക്? ലിഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവർക്ക് ഇത്തരം സംഗതികളിലൊക്കെ ഒരുപാട് ചിന്താപാഠമുണ്ട്, ഗുണപാഠമുണ്ട് എന്നാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.